ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാശൊക്കെ നഷ്ടപ്പെട്ട ചേട്ടൻ പോയി കേസൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ പരാതിയൊക്കെ എഴുതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ഇരുന്ന് പൈസ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്ത് എണ്ണി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി വീട്ടിലോട്ട് കയറി വരുന്നത്. സച്ചി കയറി വന്ന് അവിടെ അങ്ങനെ ഇരുന്നു. ഈ സമയത്ത് ആ പൈസ എല്ലാം എടുത്ത് വെച്ച് ദൈവത്തെയൊക്കെ വിളിച്ച് നന്ദി പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. സച്ചി അന്നേരം അവിടെ വന്ന് രേവതി കണ്ടില്ല. പിന്നെ രേവതി ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ സച്ചി അവിടെ ഇരിക്കുന്നത് കണ്ടു. രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ എന്ന് ചോദിച്ചു രേവതിയെ കണ്ടപ്പോൾ. ആ പോയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും സച്ചി കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഓട്ടം പോയി കയ്യിൽ ബാക്കി വന്ന പൈസ. അപ്പം ഇന്ന് നല്ല ഓട്ടം കിട്ടിയിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ 2-3 ലോങ് ട്രിപ്പൊക്കെ കിട്ടിയായിരുന്നു. ഇന്ന് എനിക്ക് റെസ്റ്റ് കിട്ടിയില്ല എന്ന് സച്ചി പറയാം. രാവിലെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നതാ, ഇപ്പോഴാണ് ഞാനൊന്ന് ഇറങ്ങിയതെന്നും സച്ചി പറയുക. നിർത്താതെ ഒരേ ഓട്ടമായിരുന്നു എന്ന് പറയുമ്പം കാല് നിർത്താതെ എങ്ങനെ ആൾക്കാരെയൊക്കെ ഏറ്റിറക്കുകയൊക്കെ ചെയ്യുന്നേ എന്ന് രേവതി സച്ചിയോട് അന്നേരം ചോദിക്കുക കേട്ടോ. സച്ചി അന്നേരം നമ്മൾ അടിമുടി നോക്കുക. എന്താ ജോക്കാണോ? അപ്പോൾ രേവതി ഒന്ന് ചിരിച്ചു. ഇപ്പം സച്ചിയും ഒന്ന് ചിരിച്ചു. രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ റെസ്റ്റ് എടുക്കാതെ ഓടിയെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ നീ ആ കാശ് സൂക്ഷിച്ച് വെച്ചേക്ക്, ഇങ്ങനെ മിച്ചം കിട്ടുന്നതൊക്കെ ചേർത്ത് വെച്ചിട്ട് വേണം റൂം കെട്ടാനെന്ന് സച്ചി പറയുമ്പോൾ ഞാനും മിച്ചം പിടിക്കുന്നുണ്ട് സച്ചേട്ടാ, എനിക്ക് കിട്ടുന്ന കാശും സച്ചേട്ടൻ തരുന്നതിൻ്റെ കൂടെ തന്നെ വെക്കാമെന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് 750 രൂപ കിട്ടിയിരുന്നു. 2500ഉം 750, ടോട്ടൽ 3250. നമുക്ക് രണ്ടുപേരുടെയും ഇന്നത്തെ സമ്പാദ്യം 3250 രൂപ എന്നൊക്കെ പറയുമ്പം സച്ചി ഇങ്ങനെ പോയാലേ നമ്മൾ പെട്ടെന്ന് തന്നെ മുറി കെട്ടും അല്ല രേവതി? പിന്നല്ലാതെ നമ്മൾ കെട്ടും സച്ചേട്ടാ, നമ്മൾ 2 പേരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ലേ എന്ന് രേവതി പറയുക. പിന്നെ അതെ സച്ചേട്ടാ, ഞാൻ ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കിട്ടുന്ന കാശൊക്കെ നമ്മൾ അതിലേക്ക് ഇടും കേട്ടോ എന്ന് രേവതി പറഞ്ഞു. അത് നിറയുമ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി ഇടാവെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ബോക്സ് നിറഞ്ഞാൽ ആ കാശെടുത്ത് നമുക്ക് മുറി കെട്ടാനുള്ള ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങിച്ചു വെക്കാം, അതാ നല്ലതെന്ന് പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ മുറി കെട്ട് സച്ചേട്ടാന്ന് പറയാ രേവതി. അപ്പോൾ ദിവസവും 2500 രൂപ സമ്പാദിക്കണമെന്നുണ്ടെങ്കിലേ നിൽക്കാതെ കാർ ഓടിക്കേണ്ടി വരുമല്ലേ എന്ന് ചോദിച്ചു. അല്ലെങ്കിലും മതി നിർത്തിക്കോ രേവതി, നിർത്തിക്കോ. അല്ലെങ്കിലും നിന്നിട്ടല്ലല്ലോ ഇരുന്നിട്ടല്ലേ കാർ ഓടിക്കുന്നതെന്നല്ലേ നീ പറയാൻ വന്നേ? മതി നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ സച്ചേൻ ഇതുപോലെയൊക്കെ കഷ്ടപ്പെടുന്നേ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയുടെ ശബ്ദമല്ലേ, കേട്ടാതിരിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സച്ചി ചോദിക്കുക. അങ്ങനെ സച്ചിക്ക് ഭയങ്കര മേലുവേദനയൊക്കെ. അപ്പോൾ നല്ലൊരു ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞ് മാറിക്കോളൂ എന്ന് പറഞ്ഞു രേവതി. അതൊന്നും വേണ്ട രേവതി, വേണം വന്ന് സച്ചേട്ടാ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രേവതി സച്ചിയെ പറഞ്ഞു വിടും. എന്നിട്ട് പൈസയും കയ്യിൽ പിടിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ട പാവം അവിടെ നിൽക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ചന്ദ്രമതി. അപ്പോൾ രേവതി ഇതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ പോയി പണി തുടങ്ങി. അപ്പോഴേക്കും നിക്കക്കളി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വരുകിനെ പോലെ ഓടിയിട്ട് അടുക്കളയിലേക്ക് വന്നു ചന്ദ്ര. രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? തറ തുടച്ചോ? അപ്പം ഇല്ല. ഡ്രസ്സ് അലക്കിയോ? ഇല്ല. ചെടികൾക്ക് വെള്ളം ഒഴിച്ചോ? ഇല്ല എന്നും പറഞ്ഞ് രേവതി ഒച്ച വെച്ചു. പിന്നെ ഇത്രയും നേരം ഇവിടെ എന്തെടുക്കുമായിരുന്നു എടി എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും നേരം അമ്മ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് രേവതി തിരിച്ചിങ്ങനെ ചോദിച്ചു. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, നിനക്ക് ഞാനൊരു 2 മണിക്കൂർ സമയം തരും. അതിനിടയിൽ ഈ പറഞ്ഞ ജോലികളൊക്കെ ചെയ്ത് തീർത്തില്ലെങ്കിലേ അപ്പം എൻ്റെ കയ്യിലുള്ളത് ചൂടുവെള്ളം കേട്ടോ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ തലയിൽ ഒഴിക്കാൻ തുടങ്ങുക. രേവതി ചന്ദ്രൻ നേരം പേടിച്ച് വിറച്ചിങ്ങനെ മാൻപേടയെ പോലെ നിൽക്കുക. എന്നിട്ട് വലിച്ച ചിരിയും ചിരിച്ചോ. ഞാൻ നിന്നെ വെറുതെ ചുമ്മാ വരട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ, കാര്യമായിട്ടൊന്നും പറഞ്ഞതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നല്ല ചിരിയാകട്ടോ അമ്മയെന്ന് രേവതി അന്നേരം ചന്ദ്രയോട് പറഞ്ഞു. ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷമേ അമ്മ ആദ്യമായിട്ടാണ് എന്നോട് ചിരിച്ചത് കേട്ടോ. താങ്ക്സ് എന്ന് രേവതി ചന്ദ്രയോട് പറഞ്ഞു. ചിരിച്ചോണ്ട് നിൽക്കുക. ചൂടുവെള്ളം തലയിൽ വീണാലോ എന്നുള്ള പേടിയുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ചൂടുവെള്ളം ആയതുകൊണ്ട് ഞാൻ അമ്മയുടെ തലയിൽ ഒഴിക്കുമെന്ന് അമ്മ പേടിച്ചല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞതാന്നേ, ഞാൻ അങ്ങനെ ചെയ്യൂ അമ്മേ എന്ന് രേവതി ചോദിച്ചു. ഇത് ഞാൻ വേറൊരു ആവശ്യത്തിന് എടുക്കാൻ വന്നതാ, പോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ അങ്ങോട്ടേക്ക് പോയി. ചന്ദ്രമതി ജീവനും കൊണ്ട് ഓടിയില്ലെന്നേ ഉള്ളൂ. എൻ്റെ അമ്മോ, അയ്യോ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും അങ്ങ് ഏൽക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക. കുറച്ചുകൂടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇവളെ തലയിലൊഴിക്കും എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ സച്ചി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. രേവതി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്ന് കാലേലും കയ്യേലും കഴുത്തേലും ഒക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ സച്ചി വേണ്ട രേവതി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കും സച്ചേട്ടാ, ചൂട് വെച്ച വേദനയൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചേട്ടൻ ഇങ്ങനെ ഒച്ച വയ്ക്കുമ്പോൾ വലിയ ചൂടൊന്നും ഇല്ലല്ലോ സച്ചേട്ടാ എന്ന് രേവതി പറഞ്ഞു. പിന്നെ രേവതി ഇങ്ങനെ ചൂട് വെച്ച് കൊടുത്തോണ്ടിരിക്കുക. അയ്യോ എന്തൊരു ചൂടാ രേവതി, അതെ എൻ്റെ കാല് പൊള്ളി എന്ന് പറഞ്ഞ് സച്ചി കരയുമ്പോൾ പിന്നെ പൊള്ളിയിട്ടൊന്നുമില്ല. ചൂടാ രേവതി, ചൂടാന്നേ
കാല് വേദന മാറണ്ട സച്ചേട്ടാ, അവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞു. അതെ ചുമ്മാ കിടന്നങ്ങ് പറഞ്ഞോളൂ, ചെറിയൊരു ചൂട് പോലും സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇവർ നമ്മൾ ചൂട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രമതി ഓടിക്കതച്ച് ആ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഈ കാഴ്ച കണ്ടു. അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ആശാത്തി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വർഷം മകനെ കൊണ്ട് കാല് പിടിപ്പിക്കുന്നത് കണ്ടിട്ട് വന്ന് ചന്ദ്രമതി ഇപ്പോൾ മരുമകൾ മകൻ്റെ കാലിൽ ചൂട് വെച്ച് കൊടുക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ എത്തി വലിഞ്ഞിങ്ങനെ നോക്കുവാണ് ചന്ദ്ര. അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ യോ 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 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ചന്ദ്രമതിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരിടത്ത് ഭർത്താവ് ഭാര്യയുടെ കാല് തടവി കൊടുക്കുന്നു, മറ്റൊരിടത്ത് ഭാര്യ ഭർത്താവിൻ്റെ കാലിന് ചൂട് പിടിക്കുന്നു. എന്ന് പറഞ്ഞ് നിൽക്കുക ചന്ദ്രമതി കേട്ടോ. ഭയങ്കര കലിപ്പ്. എന്തു പറഞ്ഞാലും ഭാര്യയുടെ സ്ഥാനത്ത് നിർത്താൻ സച്ചിക്ക് അറിയാം. മറ്റു രണ്ടു പേർക്കും അതറിയില്ല. അവര് സച്ചിയെ കണ്ടു പഠിക്കണമെന്ന് ചന്ദ്രമതി ആദ്യമായിട്ട് സച്ചിയെ പറ്റി നല്ലത് പറയുക. അപ്പോൾ ശ്രീകാന്ത് ഈ രംഗം കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിന്ന് മനസ്സിൽ പറയുക കേട്ടോ. അങ്ങനെ സച്ചി എന്ന മകനെ ചന്ദ്രമതി ആദ്യമായി ആ നല്ല വാക്കുകൾ കൊണ്ട് അംഗീകരിച്ചിരിക്കുന്നു. എന്തായാലും അതും കഴിഞ്ഞ് ചന്ദ്രമതി അങ്ങ് പോയി. അപ്പോൾ നീ പറഞ്ഞതുപോലെ വേദന കുറയുന്നുണ്ട് കേട്ടോ, വേദന പറന്നങ്ങ് പോയതുപോലെ രേവതി എന്ന് സച്ചി അന്നേരം രേവതിയോട് പറയാം. അല്ല നീയും രാവിലെ മുതൽ രാത്രി വരെ നിർത്താതെ ഓടിയതല്ലേ എന്ന് ചോദിച്ചു. അതെ, പൂ കൊണ്ടുപോയി കൊടുക്കണം, വീട്ടിലെ ജോലി ചെയ്യണം, പിന്നെ നിനക്കും കാലയിലേ കൈക്കും കാലിന് വേദനയൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഉണ്ടെന്ന് എനിക്കറിയാം, ഇല്ലാന്ന് നീ വെറുതെ കള്ളൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേദന ആരെയും അറിയിക്കാതെ സഹിച്ചു കൊണ്ട് നടക്കല്ലേ നീ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. നിന്റെ കൈ ഇങ്ങ് കാണട്ടെ, കാണിക്ക് രേവതി, നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി, നിന്റെ കൈക്ക് വേദന ഉണ്ടല്ലേ, ഞാൻ ചൂട് വെച്ചേരാന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട സച്ചേട്ടാന്ന് പറഞ്ഞു. വേണം. അപ്പോഴേക്ക് ശ്രീകാന്തൻ ഇങ്ങോട്ട് നടന്നു വരുക. ശ്രീകാന്ത് നടന്നു വരുമ്പോഴത്തേക്കും ചന്ദ്രമതി മോനെ കാണാൻ വേണ്ടി ഇരിക്കുക. എന്തിനാ അമ്മ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. വർഷ എവിടെ? അവൾ കുളിക്കാണല്ലോ അമ്മേ. എന്താ അമ്മേ കാര്യം? നീ എന്താടാ ഇങ്ങനെയായിപ്പോയത്? ചന്ദ്രമതി ചോദിക്കാം ശ്രീകാന്തനോട്. എന്താ അമ്മേ, ഞാനിപ്പോൾ അതിനെന്താ ചെയ്തൊന്നും ചെയ്തില്ലല്ലോ. നീ അവളുടെ ഭർത്താവാണോ അതോ അവൾ നിന്റെ ഭർത്താവാണോടാ എന്നും പറഞ്ഞ് മോൻ ഇങ്ങനെ നോക്കുക. അമ്മേ നീ പറയടാ, ആരാടാ? നീ അല്ലേടാ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്, അതോ അവളാണോ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് ചോദിച്ചു ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു. വർഷ കേൾക്കാതെ. നീ എന്തിനാ അവളുടെ കാല് മസാജ് ചെയ്ത് കൊടുത്തത്? അവൾ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞു, ഞാൻ മസാജ് ചെയ്ത് കൊടുത്തു. അതിനിപ്പോൾ എന്താ കുഴപ്പം? എടാ, കാല് വേദനിക്കുന്നുണ്ടെങ്കിൽ അവൾ തന്നെ തടവണം, അല്ലെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും തടവിപ്പിക്കണം. നീ എന്തിനാ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്റെ വില പോകുകടാ, അവൾക്ക് ഒരു മതിപ്പ് നിന്നോട് കാണില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമോനെ പേടിപ്പിക്കാം. നിന്നെ അവള് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എടാ പോടാന്നൊക്കെ അല്ലേടാ വിളിക്കുന്നേ. അവള് പറയുന്നത് എന്ത് കേട്ടങ്ങ് നിന്നോണ്ട് നാണം കെട്ടവൻ, നീയൊക്കെ ഒരാണാണോടാ? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? അവള് നല്ല ഫ്രണ്ട്ലി ആയിട്ട് വിളിക്കുന്നല്ലേ അത്? എടാ, ഭാര്യയായി തന്നെ നിർത്തണം, മനസ്സിലായോ നിനക്ക്? നിലയ്ക്ക് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്, അത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നിൽക്കുന്നത്. നീ സച്ചിയെ നോക്ക്, അവൻ പഠിപ്പില്ലാത്തവനും മുരടനും ഒക്കെയാ, എന്നാലും ഭാര്യ എവിടെ നിർത്തണമെന്നേ അവന് നന്നായിട്ട് അറിയാമെന്ന് ചന്ദ്ര പറഞ്ഞു. നിന്നെപ്പോലെ ഭാര്യയുടെ കയ്യും കാലും തടവി കൊടുക്കില്ല അവനെന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ കൊണ്ട് അവൻ്റെ കാല് മസാജ് ചെയ്യിപ്പിക്കുകയാണെന്നും അതാണടാ ആണത്തം എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ പിന്നെ ശ്രീകാന്ത് നീ വന്നതെന്ന് പറഞ്ഞു ശ്രീകാന്തിൻ്റെ കയ്യെ കാലും പിടിച്ചുകൊണ്ട് കൊണ്ടുപോവാ ചന്ദ്ര. അമ്മ ഇത് എന്നെ കാണിക്കുന്നത് വിട്ടേ, എവിടേക്കാന്ന് ചോദിച്ചു. അവൻ്റെ ഭാര്യയെ കൊണ്ട് അവൻ്റെ കാല് മസാജ് ചെയ്യിക്കുന്നത് നിന്നെ കാണിച്ചു തരാനാണെന്ന് പറഞ്ഞു. നീ വന്നേ, ഭാര്യ എവിടെ എങ്ങനെ നിർത്തണമെന്ന് നീ അവനെ കണ്ട് പഠിക്കുക, നീ സ്വച്ഛ കൊണ്ട് പഠിക്കടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയത്ത് സച്ചിയാണെങ്കിൽ രേവതിയുടെ കൈ ഇങ്ങനെ പിടിച്ച് ഞെക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പുറകിൽ നിൽക്കുന്നു. ചന്ദ്രമതി പുറകിൽ നിൽക്കുന്ന സമയത്ത് ശ്രീകാന്തിനെ ഉന്തി ഇവിടെ മുറിയുടെ വാതിലിലേക്ക് പറഞ്ഞു വിട്ടു. ശ്രീകാന്ത് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് സച്ചി രേവതിയുടെ കൈ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് കണ്ട് ശ്രീകാന്തിന് ചിരി വന്നു. ശ്രീകാന്ത് അവിടെ നിന്ന് ഭയങ്കര ചിരി. അപ്പോഴത്തേക്കും ചന്ദ്രമതി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കണ്ടടാ നീ കണ്ടില്ലേ, കണ്ട് പഠിക്കടാന്ന് പറഞ്ഞു. അമ്മയും കൂടെ ഇത് കണ്ടോളാൻ പറഞ്ഞു. അമ്മ കാണുന്നും പറഞ്ഞു ശ്രീകാന്ത് അമ്മയെ വിളിച്ച് കാണിക്കാം. അമ്മ നോക്കാൻ മനസ്സില്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ ഒന്ന് കണ്ടിട്ട് പോകാമേ, കാണാമേ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വിളിച്ച് നിർബന്ധിച്ച് ചന്ദ്രമതിയെ കൂടെ കാണിച്ചു. ചന്ദ്രമതി നോക്കുമ്പോഴും സച്ചി രേവതിയുടെ കൈ ഇങ്ങനെ ഞെക്കി കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ സച്ചി രേവതിയുടെ കൈ ഇങ്ങനെ ഞെക്കിക്കൊടുത്ത് ചിരിയും കളിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കണ്ട് ചന്ദ്രമതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്ക് ശ്രീകാന്ത് അമ്മയുടെ അടുത്തേക്ക് വന്നു. എങ്ങനെയുണ്ട് അമ്മേ, നല്ലല്ലേ അമ്മയെന്ന് ചോദിച്ചാൽ. അപ്പം മതി സച്ചിയേട്ടാ, അപ്പം നീ ഉണ്ടായിരിക്കാൻ പറഞ്ഞു സച്ചി. ഒരു കാര്യവും നീ വേദന ഉണ്ടായാൽ പോലും ഇവിടെ പറയില്ല എന്ന് പറഞ്ഞു. അപ്പം കണ്ടമ്മേ നല്ലല്ലേ അമ്മേ, കിട്ടി ബോധിച്ചല്ലോ ബാധേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രീകാന്ത് അമ്മ ഇപ്പം കണ്ടില്ലേ ഇവൻ എന്ത് കാണിക്കുന്ന എന്ന് ചന്ദ്രമതി ശ്രീകാന്തനോട് ചോദിക്കാം. ഇവൻ എപ്പോഴും അവളുടെ കയ്യിൽ കയറി പിടിച്ചത്? അതാ അമ്മയെ ഞാൻ പറഞ്ഞത്,
ഞാൻ ചെയ്യുന്നതിലും സച്ചേട്ടൻ ചെയ്യുന്നതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. മനസ്സിലായോ അമ്മയ്ക്ക്? ഇതൊരു വലിയ വിഷയമാക്കേണ്ട ആവശ്യമേ ഇല്ല. മെപ്പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രീകാന്ത് അവിടെ നിന്ന് പോയി നാണം കെട്ട് ഇങ്ങനെ നിൽക്കുക. രേവതിയുടെ സച്ചിയുടെ മുറിയിലേക്ക് വിളിഞ്ഞു വെക്കാൻ പോയതാ, അത് ചീറ്റിപ്പോയി. അപ്പോൾ ഈ കൈയുടെ വേദനയൊക്കെ മാറിയോന്ന് ചോദിച്ചു സച്ചി. കുറവുണ്ടെന്ന് പറഞ്ഞു. കുറവുള്ളോ? അപ്പോൾ ഒന്നുകൂടെ തരുമാന്ന് പറഞ്ഞു സച്ചി. അയ്യോ കുഴപ്പമില്ല സച്ചിയേട്ടാ, എനിക്ക് വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് കേൾക്കുവാണ് നമ്മുടെ ചന്ദ്രമതി. എന്നിട്ട് ഞാൻ പ്രസവിച്ച 3 ആമക്കളും ഭാര്യമാരുടെ ദാസിമാരായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയിൽ കൈ വെച്ചിങ്ങനെ നിൽക്കുക. പെൺകോന്തന്മാരെന്നും പറഞ്ഞ് നാണം കേട്ട് അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞു. പിന്നെ രേവതിയും സച്ചിയും കൂടി തിരുമലും ഇതൊക്കെ കഴിഞ്ഞു. അതെ, എൻ്റെ വേദന മാറാനേ വേറൊരു വഴിയുണ്ട്. എന്ത് വഴി? ഒരു ക്വാർട്ടർ മേടിച്ചടിച്ചാൽ വേദനയെല്ലാം പറന്നു പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അത്രയ്ക്കും പവറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്കും കാലും കയ്യും ഒക്കെ അങ്ങ് വല്ലാണ്ട് വേദനിക്കുന്നു. ഞാനൊരു ക്വാർട്ടർ മേടിച്ച് അടിച്ചാലോ സച്ചേട്ടാ? നമുക്ക് 2 പേർക്കൂടെ മേടിച്ചോണ്ട് പോവാ. അയ്യോ എൻ്റെ പൊന്നു രേവതി, ഞാൻ അറിയാണ്ട് പറഞ്ഞതാ. ക്ഷമിക്ക്. വേണ്ടെന്നേ, സാരമില്ല, ടച്ചിങ്സ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെക്കാം. സച്ചേട്ടൻ പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു രേവതി. അയ്യോ വേണ്ടാന്നേ, കുഴപ്പമില്ലെന്നേ. സച്ചേട്ടൻ ചെല്ല് സച്ചേട്ടാ, നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാന്നേ. അപ്പതേ എൻ്റെ കാൽവേദനയൊക്കെ മാറി രേവതി. നോക്കി എന്നാൽ എനിക്ക് നല്ല ഉഷാറായി. മറിക്ക് ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ബാത്റൂമിലേക്ക് കയറി ഓടി. രേവതി പുറത്ത് നിന്ന് ഭയങ്കര ചിരി. അങ്ങനെ രേവതി ഇങ്ങ് പോന്നു. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രവിയേട്ടൻ പുറത്ത് പോയിട്ട് വരിക. രവിയേട്ടൻ വന്ന് അവിടെ ഇരുന്നപ്പോഴത്തേക്കും അതിൻ്റെ ചെവി കടിച്ചു പറിക്കാൻ വേണ്ടി ചന്ദ്രമതി ചെല്ലുക. എൻ്റെ 3 ആൺമക്കളും പെൺകൊന്തന്മാരായി പോയല്ലോ. ഒരുത്തൻ നമ്മുടെയൊക്കെ മുന്നിൽ വീരശൂര പരാക്രമി, എന്നാ ഭാര്യയുടെ മുന്നിൽ എത്തുമ്പോൾ വെറും കൃമി. കഷ്ടം തന്നെയാ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് പൊറപൊറാ പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങളുടെ പൊന്നാരമാണ് സച്ചിയെ രേവതിയുടെ കൈയും കാലും തടവി കൊടുക്കുക. എന്തൊരു നാണക്കേടാ ഇതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ രവിയേട്ടന് ചിരിയാ വരുന്നത്. ഈ വീട്ടിൽ ആണുങ്ങളെ കൊള്ളില്ല എന്ന് പറയുമ്പോൾ രവിയേട്ടനെ എന്നും പറഞ്ഞ് നോക്കി. അല്ല, രവിയേട്ടൻ കൊള്ളാം കേട്ടോ, രവിയേട്ടൻ്റെ മക്കൾ കൊള്ളില്ലെന്നാ പറഞ്ഞതേ എന്ന്. ഇങ്ങനെ പോയ വൈകാതെ 3 മരുമക്കളും വീട് ഭരിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞ് ചന്ദ്രമതി പറയാം. നിങ്ങളെല്ലാവരെയും വിളിച്ചിരുത്തി ഒന്ന് സംസാരിക്കുക, ഈ അടിമപ്പണി നിർത്തലാക്ക്. നീ ഇങ്ങനെ ടെൻഷനാവാതെ എൻ്റെ ചന്ദ്ര, നിനക്ക് ടെൻഷൻ കുറയാനായിട്ട് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടൊരു കവറെടുത്ത് അതിൽ നിന്ന് വലിയൊരു പൊതിയൊക്കെ തുറന്ന് ഒരു പ്രതിമ പോലത്തെ സാധനം അങ്ങ് കൊടുത്തു. അതും 3 കുരങ്ങന്മാരുടെ പ്രതിമ. ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞങ്ങ് കൊടുത്തു. അപ്പോൾ ചന്ദ്ര ഇത് കണ്ട് ഇങ്ങനെ നെട്ടി നോക്കി നിൽക്കുക. അപ്പോൾ എന്താ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ ഇതാണ് ഗാന്ധി സ്ത്രീ മങ്കി സ്കൾച്ചർ. 3 തരം മങ്കികളാണെന്ന് പറഞ്ഞു. അല്ല, ഇതെന്തിനാ ഇപ്പം മേടിച്ചുകൊണ്ട് വന്നതെന്നാണ് ചോദിച്ചത്. അത് പിന്നെ വർഷ ചെയ്യുന്നതും പറയുന്നതൊക്കെ കണ്ടും കേട്ടും എനിക്ക് വാമൂടി കെട്ടിയിരിക്കാൻ പറ്റില്ല എന്ന് നീ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു. അതിനെന്താ ഇപ്പോൾ ഇവിടെ? ഇത് ഒരു കൂട്ടുകുടുംബമാണെന്നും നമ്മുടെ മാത്രമല്ല നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പലതും ഇവിടെ നടക്കും. മനസ്സിലായോ? ദേ നോക്ക്, നീ ഈ ശില്പം നോക്കിക്കേ. തിന്മ കാണരുത്, തിന്മ കേൾക്കരുത്, തിന്മ സംസാരിക്കരുത്. ആ തത്വത്തെ പ്രതിനിധീകരിക്കുന്ന 3 ജ്ഞാനികളായ കുരങ്ങന്മാരാണ് ഇവരെന്നും പറഞ്ഞ് നമ്മുടെ അച്ഛൻ പറഞ്ഞു. ഇവിടെ ആരും തിന്മ ചെയ്യുന്നൊന്നുമില്ല. എന്നാലും നിന്റെ ടെൻഷൻ കുറയ്ക്കാനായിട്ടേ ഈ പ്രതിമ നിനക്ക് എന്തായാലും ഉപകരിക്കും. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. എന്നും പറഞ്ഞിരിക്കുക ചന്ദ്രമതി. ഇഷ്ടപ്പെട്ടില്ല തീരെ അങ്ങോട്ട്. ഈ കുരങ്ങൻ 2 കൈകളും നീട്ടി കണ്ണു പൊത്തി പിടിച്ചിരിക്കുന്നത് നീ കണ്ടോ? നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നീ ഇതുപോലെ 2 കണ്ണുകളും പൊത്തി പിടിച്ച് നിൽക്കണം. മനസ്സിലായോ? ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ ഒഴിഞ്ഞു മാറി പോകുന്നത് തന്നെയാണ് നല്ലത്. ചിലരുടെ സംസാരം അത് നിനക്ക് ഇഷ്ടാവില്ല. അപ്പം നീ ഇതുപോലെ നോക്ക്, 2 ചെവികളും അടച്ചു പിടിച്ചിരുന്നോളണം. പിന്നെ നിനക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും കാണുമൊന്നും വേണ്ടല്ലോ ചന്ദ്രേ. മനസ്സിലായോ? ഒക്കെ കണ്ടും കേട്ടും വാമോടി കേട്ടിരിക്കാൻ കഴിയില്ല എന്ന് നീ നേരത്തെ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും മൂല കാരണം വായ. അപ്പോൾ വായ അങ്ങ് അടച്ചു വെച്ചാൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല. പിന്നെ ഇത് നീ ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കണം. സമയം കിട്ടുമ്പോൾ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ഈ പ്രതിമയൊന്ന് നീ നോക്കണം. പോയിട്ട് ഞാൻ പൂജിക്കാൻ കൂടെ ചെയ്യാം. എന്താ? അതൊക്കെ നിന്റെ ഇഷ്ടം ചന്ദ്രൻ, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ അത് ചെയ്താലും വലിയ തെറ്റൊന്നുമില്ല കേട്ടോ ചന്ദ്രൻ. കേട്ടോ? ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാരെന്നുള്ള സന്ദേശം മറന്നതുകൊണ്ട് ഇവിടെ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊന്നും ഓർത്ത് വെച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിച്ച് പോയാൽ മതി. മറ്റുള്ളവരുടെ സ്വകാര്യതകളിലും അവരുടെ കാര്യങ്ങളിലും തലയിടാൻ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല.
അങ്ങനെ വന്നാൽ തന്നെ പ്രശ്നങ്ങൾ പകുതി കുറഞ്ഞു. നീ ഈ കുരങ്ങന്മാരെ പോലെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുരങ്ങുകളെ പോലെ നിങ്ങൾ ഇരുന്നാൽ മതി, ഞാൻ പുലിയാ പുലി പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോയി. രവിയേട്ടൻ അന്നേരം ഈ കുരങ്ങിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി അവിടെ അടുക്കളയിൽ ഓരോന്നൊക്കെ തൂത്തും തുടച്ചും വൃത്തിയാക്കിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു വിക്ഷോപ്പർ അവിടെ കിടന്നു. ആ വിക്ഷോപ്പർ രേവതി ആ മുകളിലത്തെ ഷെൽഫിൽ നിന്ന് എടുത്തു. അങ്ങനെ അതും എടുത്ത് അടുക്കളയിൽ അടുത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേഴ്സ് ഞാൻ ഇവിടെ വെച്ചേ എന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ ആലോചിക്കാം. അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വന്നു. ഇത് എവിടെ പോവാ, ട്രിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പുറത്തേക്കൊന്ന് പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ചുമ്മാതെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, ഇവിടെ എങ്ങാനും ഇരിക്കാൻ പറഞ്ഞു രേവതിയെ. അപ്പം ഞാൻ പെട്ടെന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്തിനാ ഇപ്പോൾ മാർക്കറ്റിൽ പോകുന്നേ? സാധനങ്ങൾ തീർന്ന് പറഞ്ഞാൽ പോരെ, അവരിവിടെ എത്തിച്ചു തരത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ മീൻ മേടിക്കാനാ പോകുന്നത്, നല്ല മീൻ നോക്കിയിട്ട് വാങ്ങിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ നീ റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ സച്ചേട്ടനല്ലേ പറഞ്ഞത് കയ്യും കാലും ഒക്കെ വേദനിക്കുന്നുണ്ടെന്ന്. ഇന്ന് ഞാൻ സച്ചേട്ടനെ എങ്ങോട്ടും വിടുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, നീ ചൂട് പിടിച്ച് തന്നപ്പോൾ എനിക്ക് വേദനയൊക്കെ മാറിയില്ലേ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഹേയ് സച്ചേട്ട പോവല്ലേ, സച്ചേട്ട നിൽക്ക് സച്ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർ കൂടെ പോകാം, നമുക്ക് കാറിൽ പോയി വാങ്ങിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ നടന്നു പൊക്കോളാവുന്ന രേവതി. കാറൊക്കെ ഞാൻ കാണുന്നതിന് മുൻപേ നടന്നു പോയ എല്ലാം ചെയ്തിരുന്നത്, അത് സച്ചേട്ടൻ അറിയാവോ? എന്തായാലും നീ സൂക്ഷിച്ച് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയാനെന്ന് ചോദിച്ചു. എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കുന്നു. രേവതി അങ്ങ് പോയി. പോകാനിറങ്ങിയ രേവതിക്ക് 100 ഉപദേശങ്ങളും കൊടുത്ത് സച്ചി രേവതിയെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.